എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം പയ്യന്നൂർ കാറമേൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിലാണുള്ളത്. ജൂൺ 7 മുതൽ 12 വരെ ഇവിടെ പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടക്കുകയാണ്. അതിന്റെ അവസാന ദിവസമായ ഇന്ന് ശുഭമുഹൂർത്തത്തിലാണ് പുനഃപ്രതിഷ്ഠ കർമ്മം ഇവിടെ നടന്നിട്ടുള്ളത്. കാറമേൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിലും ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവ്യ സന്നിധിയാണ് കാറമേൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ നവീകരണ ബ്രഹ്മ പുനഃപ്രതിഷ്ഠ കർമ്മത്തിന്റെ അവസാന ദിനത്തെ ചടങ്ങുകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ജൂൺ 7 മുതൽ 12 വരെ വിവിധ പൂജാകർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ കലാപരിപാടികളുടെ കലാപരിപാടികളും നടന്ന ഒരു സന്നിധി എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ജനസഞ്ചയം, ഭക്തജനങ്ങൾ ഇവിടെ പലപ്പോഴായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അവസാന ദിവസത്തെ പുനഃപ്രതിഷ്ഠ ദിന കർമ്മങ്ങളിലെ ചടങ്ങുകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. ആ കാഴ്ചകളിലേക്ക്
വിളിച്ചാ വിളിച്ച ലൈവാന്ന് പറയാം, ലൈവാന്ന് ഒന്ന് പറയാൻ വേണ്ടി ഇത് ചടങ്ങ്. വിളിച്ച ചടങ്ങിനെ കുറിച്ചിട്ട് ലൈവാണ്. അല്ല എന്നാലും തന്ത്രിയുടെ പ്രതിഷ്ഠ കഴിഞ്ഞു, മഹാപൂജ കഴിഞ്ഞു. ഇപ്പോൾ ഓരോ വർഷത്തെ നിത്യനിദാനങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അരങ്ങലടി എന്നും ബാക്കി ബാക്കി ഇന്നത്തോടുകൂടിയിട്ടല്ലേ എല്ലാം കഴിഞ്ഞു. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ പിന്നെ പരിസമാപ്തി എല്ലാം അതെല്ലാം പിന്നെ മുച്ചിലോട്ട് കാവുകളിലും ഓരോ കാലത്തിനനുസരിച്ചല്ലേ നടത്തേണ്ട ഒരു ചടങ്ങല്ലേ. വെളിച്ചെണ്ണ അതിനെ കുറിച്ച് പറയുന്നത് പറയാനില്ല. ഇതിന്റെ ലോപം സംഭവിക്കുന്നു എന്ന് തോന്നുമ്പോൾ ആയിക്കോട്ടെ. ഇല്ല ഞാൻ വരാം. ഇത് എടുക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് പറയാനുണ്ടാ? ചടങ്ങിനെ കുറിച്ചൊന്നും പറയാനുണ്ടാ? ഈ ചടങ്ങിനെ കുറിച്ചിട്ട് എന്താണ്? പുനഃപ്രതിഷ്ഠയല്ലേ? ഈ പുനഃപ്രതിഷ്ഠയല്ലേ ഇത്? ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? ചടങ്ങ് അല്ല കാരണം ഭംഗിയായി നടന്നു. ഇവിടുത്തെ എന്തിന്റെ ഉള്ളൂരാളിയുടെ കോമര അല്ലേ? അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മൾ പ്രായമുള്ള പിന്നെ ആചാരസ്ഥാനികരോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം ഒരു ആരാധനാലയം സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൻ്റെ പിന്നെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നവീകരണ ബ്രഹ്മകലശവും അതുപോലെ തന്നെ പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ കാറമൂല് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ തന്ത്രീശ്വരൻ, ഇവിടെ ഓരോ ക്ഷേത്രത്തിലും അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന തന്ത്രീശ്വരൻ ഉണ്ടാവും. ആ തന്ത്രിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ അവിടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഈ നവീകരണ ബ്രഹ്മകലശം അതുപോലെ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ഏകദേശം 2 കോടി രൂപയിലേറെ പിന്നെ ചെലവ് വന്നിട്ടുള്ള ഒരു വലിയൊരു സംരംഭത്തിനാണ് ഇവിടുത്തെ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ, ബാല്യക്കാര്, കുടുംബാംഗങ്ങൾ അതിന് ആ ഒരു ഉദ്യമത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അതിന്റെ ഒരു പരിസമാപ്തിയാണ് ഇന്ന് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പിന്നെ നിലവിലുള്ള പിന്നെ തമ്പുരാട്ടമ്മയുടെയും അതുപോലെ തന്നെ കണ്ണങ്ങാട്ടുപോതിയുടെയും അതുപോലെ തന്നെ മറ്റു ദേവതകളുടെയും പിന്നെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന പിന്നെ അവിടുത്തെ ദേവാലയങ്ങളോടൊപ്പം തന്നെ മറ്റ് ഉപദേവാലയങ്ങളും മറ്റ് ശക്തികളും ഇവിടെ കുടികൊള്ളുന്നുണ്ട്. അതിന്റെയൊക്കെ നിർമ്മാണം, പള്ളിയറയുടെ നിർമ്മാണം വളരെ ഭംഗിയായിട്ട് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ രീതിയിലാണ് ഇവിടെ ഒരു മഴയുണ്ടായിട്ട് പോലും ഇവിടെ ആളുകളുടെ സാന്നിധ്യമുള്ളത്.
ഈ ബാണ്ഡ്യ സമുദായത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ തന്നെ കാറമോൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. അതിന്റെ കാഴ്ചകളിലേക്ക് ആ ഇതെന്താണ് പറയാനുണ്ട? ലൈവാണ്. എന്താ പറ എന്തെങ്കിലും കോറത്തുനിന്ന് വന്നല്ലേ? എന്തെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളിലും കോറോ മുച്ചിലോട്ടിന്റെ ആളല്ലേ? ആളല്ലേ? അന്നേരം ഒരു കാറോ മുച്ചിലോട്ട് എന്താണ് ഇവിടുത്തെ കാഴ്ചകളെ കുറിച്ചിട്ട്? 3 ദിവസം നമ്മൾ ഇവിടെ വന്ന് നല്ല കമ്മിറ്റിക്കാർ നല്ല പെരുമാറ്റം, പെരുമാറ്റം നല്ലതല്ലേ? നല്ല സഹകരണം എല്ലാ കാര്യങ്ങൾക്കും അതല്ലേ വേറെന്ന് പറയാനല്ലേ? പ്രദേശങ്ങളിൽ വെച്ചിട്ട് മുച്ചിലോടുകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മുച്ചിലോട്ടായിട്ട് പിന്നെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിനോടൊത്ത് മറ്റുള്ള മുച്ചിലോടുകളും വരണം അല്ലെ? നല്ല കാഴ്ച, നല്ല ഗംഭീരമായിട്ടുണ്ട്. സാഹചര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതെ എല്ലാ ക്ഷേത്രവും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ആരാധനാലയങ്ങളും മതസൗഹാർദ്ദം നിലനിർത്തി പോകണം. കുറത്തുനിന്ന് എല്ലാവരും വന്നില്ലേ? ഇവിടുത്തെ വലക്കാരനാ കാങ്കോലില് ഇവിടെ കൂടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു അതുകൊണ്ട് വേറെ ഏത് മുച്ചിലോട്ട് ആളാ ഇത്ര നല്ല വാക്ക് പറയുന്നത് വെച്ചാൽ നല്ല നല്ല കാഴ്ചയിൽ നല്ല ഗംഭീരമായിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ടുണ്ട്. ഉഷാറ് അതെ ആയിക്കോട്ടെ. നല്ല തന്നെ എന്നാണ്ട് പറയാനുണ്ടോ വലക്കറേ? ഒന്നുമില്ല ഉഷാറല്ലേ? അല്ലേ ഉഷാറല്ലേ? അതെ ഉഷാറ്. നിങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നല്ല പച്ചവെളിച്ചത്തിൽ വരും എല്ലാരും കണ്ടത് കേട്ടാ. കൂട്ടന്റെ വഴിയ എന്തുണ്ട് ലൈവാണ്? എന്താന്ന് പറയാനുള്ള ഇതിനെ കുറിച്ചെല്ലാം? ഈ ചരിത്രപരവും ചിരപുരാതനവുമായ പാറമേൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഈ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടാണുള്ളത്. ഞാനത്രയ്ക്ക് പറയുന്നത് അല്ല എന്നാലും ആർക്കും പറയാലോ. അത് പറയുന്നതിന് നിങ്ങൾ വെറുതെ പറയാനല്ലേ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഭക്തർക്ക് ആർക്കും പറയാം. നമ്മളെ ഇതാണ്. സാറല്ലേ എന്താണ് ഇതിന്റെ ചടങ്ങ്? ലൈവാണ്. ആരല്ലേ നിങ്ങൾ വിളിച്ചു? അല്ല നിങ്ങൾ അല്ല ആരും കണ്ടപ്പോ ലൈവാന്ന് കിട്ടാൻ പറ്റില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുള്ളവരങ്ങ് ഒന്ന് വിളിക്ക്. നമുക്കിതിന്റെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടാവും. അറിയാലോ, ഒരു നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ചെലവുള്ള ഒരു ചടങ്ങാണ്. അതിനെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു കമ്മിറ്റി ഉണ്ടാവും. അതിന്റെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് തേടാം. അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്. ഇന്ന് ഭക്ഷണപ്രിയൊക്കെ ഉണ്ട്. ഭക്ഷണമുണ്ട് ഇവിടെ ഇന്ന് ഭക്ഷണമുണ്ട്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മുച്ചിലോട്ട് കാവുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നദാനമാണ്. അവിടുത്തെ ചടങ്ങുകളോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് അന്നദാനം. അന്നദാനവുമായി ബന്ധപ്പെട്ട് എന്തുണ്ട് രാജീവ്? ആരാ ഭക്ഷണം? ലൈവാണ്. രാജീവനെ ഭക്ഷണമാക്കി സുമിത്രൻ രതീഷ്. എന്തുണ്ട് വിശേഷം? സാറല്ലേ
ഇപ്പം വന്ന വളരെ പ്രമുഖനായ പിന്നെ പാചക വിദഗ്ധനാണ് രാജീവൻ കുഞ്ഞമംഗലം. അതുകൊണ്ട് രാജീവ് നമ്മുടെ സുഹൃത്തും കൂടിയാണ്. അതുകൊണ്ട് മുച്ചിലോട്ട് കാവുകളിൽ അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സദ്യകളിലൊക്കെ സദ്യകളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പാചക വിദഗ്ധൻ തന്നെയാണ് യുവതലമുറയിൽപ്പെട്ട രാജീവൻ. ഒന്നും പറയണ്ട. എത്ര ആള് സദ്യന്ന് ഒരു സുമിത്രനടി ഉണ്ടോ? ഉണ്ടല്ലേ? ആ സുമിത്രനുണ്ട്. സുമിത്രനുണ്ടോ? ഇന്ന് വിളിക്കണോ സുമിത്രനാ? ഇന്നിന്റെ ഭക്ഷണത്തെല്ലാം ലൈവാണേ. പിന്നെ ഭക്ഷണത്ര ആള് ഭക്ഷണം എന്താണ് 5000 ഭക്ഷണം ആക്കിയിട്ടുണ്ട് അല്ലേ? എത്ര മണിക്ക് കൊടുക്കും? 1 മണിക്ക് കൊടുക്കാം. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ പിന്നെ നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ ഭക്ഷണം തയ്യാറാക്കുന്നത് അല്ലേ? അല്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാചക മേഖലയിൽ തന്നെ ശ്രദ്ധേയനാണ് സുമിത്രൻ പല മുച്ചിലോട്ട് കാവുകളിലും അല്ലേ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് പൊതുവായിട്ട് സദ്യ എടുക്കാറില്ലേ? കല്യാണ സദ്യ ഒക്കെ എടുക്കാറുണ്ട്. നമ്മൾക്കറിയാം പയ്യന്നൂരിന്റെ പരിസരത്തുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാചക വിദഗ്ധനാണ് സുമിത്രൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഭക്ഷണപ്രിയർ ഏകസ്വരത്തിൽ തന്നെ പറയും. അതുപോലെ തന്നെ അപ്പുറത്തെ രാജീവനെ കണ്ടു. രാജീവൻ ഞാൻ കണ്ട് സംസാരിച്ചു. വേറെന്തും പറയാനുണ്ടോ? ഇത് പച്ച വെളിച്ചെന്ന് പറഞ്ഞ ചാനലാണ്. അതല്ലേ, സന്തോഷം. ഓക്കെ, അതന്നെ നമ്മളെ കുഞ്ഞള് ഇതേതോ ചാനലിൽ കണ്ടോ? നിങ്ങൾക്ക് പറയണ്ട എന്നാ പറയാനുള്ളത്? പറഞ്ഞോ. നമുക്ക് ഈ ഉച്ചയോടെ തോന്നിനി. എന്നാലും നമ്മളെല്ലാ ദിവസവും ഇവിടെ വന്നിനി. ദിവസം ഘോഷയാത്ര, പിന്നെ രണ്ടാമത്തെ ദിവസം ഇവിടുത്തെ പൂജാരിനെ എല്ലാ പരിപാടിയും നമ്മൾ പങ്കെടുത്തിനി. അതെ അതെ. മോനത്തില പഠിക്കുന്നത്? ഞാൻ 5ല്. ഇവനോ? 5ലാ? ഏത് സ്കൂള്? വെള്ളൂർ സ്കൂള്. ജോറാനെ അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അല്ലേ? എന്നെ വിളമ്പേലും ചെയ്യുന്നുണ്ടോ? സഹായിക്കാൻ പോകുന്നുണ്ടോ? ജോറാക്കണം കേട്ടോ. അടിപൊളി. കണ്ടില്ല, കുഞ്ഞുങ്ങളെല്ലാം വളരെ ഉഷാറാണ്. അവരെ നമ്മള് നേരത്തെ ലൈവ് എടുക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചൊന്നും പറയാനുണ്ട്. അവരെ ഇവിടെ വന്ന് പച്ച വിളിച്ചൊക്കെ കണ്ടിട്ട് ഏതാ ചാനലിൽ നിന്നെല്ലാം ചോദിച്ചത് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ അഭിപ്രായം പറയാണ്. ആരാ വിളിച്ചേ? ആയിക്കോട്ടെ പച്ചടിയല്ലേ? ഈ പച്ച ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. പച്ച എന്ന് പറയുന്നത് പച്ചടിയോട് ഭയങ്കര ഇഷ്ടമാണ്. പച്ച വിളിച്ചു. ആയിക്കോട്ടെ. ഇല്ലല്ല, ലൈവാണ്. ബീവറേജ് റോഡ്. ആയിക്കോട്ടെ. ബീവറേജ് റോഡ് നമ്മളെ തമ്പാമ്പുഴ സുഹൃത്താണ്, ഒന്നിച്ച് പഠിച്ചാണ്. അവൻ പറഞ്ഞിട്ട് ബീവറേജ് റോഡ് ശ്രദ്ധിക്കണം. ആയിക്കോട്ടെ, ശ്രദ്ധിക്കാം. ആയിക്കോട്ടെ. അത് പറയാം. നമ്മുടെ ആളുകളുടെ ഓരോരോ നമ്മളെ നഗരസഭയുടെ ബൈപ്പാസ് റോഡിന്റെ കാര്യമാണ് പറഞ്ഞത്. അതൊക്കെ നമ്മുടെ ഇടപെടൽ കൊണ്ട് അതിൽ വലിയ സന്തോഷമാണ്. നമ്മളെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ നമ്മളെ അംഗീകരിക്കുന്നതെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്.
ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും അത്തരം കാര്യങ്ങളും പ്രേക്ഷകർ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും പച്ചവെളിച്ചത്തിന് പിന്നെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയൊരു അംഗീകാരമാണ് കിട്ടുന്നത്. അത് മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെയും തന്നെ പല ആളുകളൊക്കെ ആ രീതിയിൽ ഇപ്പം ബീവറേജിന്റെ മുന്നിലോ പൈനൂർ ബീവറേജിന്റെ മുന്നിലൂടെ പോകുന്ന റോഡിനെ കുറിച്ച് എന്ന് പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും നമുക്ക് പറയേണ്ട കാര്യങ്ങളാണെങ്കിലും എന്തായാലും അത് അന്വേഷിച്ച് പറയുന്നതായിരിക്കും. നാരായണ ലൈവാണ്, എന്താ പറയാനുള്ളത്? ലൈവാണ്, ലൈവ്. ഇത് നമ്മളെ കാറമേൽ മുച്ചിലോട്ട വളരെ പ്രധാനപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു പൊതുപ്രവർത്തകനാണ് VC നാരായണൻ. എന്താണ് VC നാരായണന് പറയാനുള്ളത്? കാറമേൽ മുച്ചിലോട്ടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിന് പരിസമാപ്തിയാണ്. കലശാട്ട് കഴിഞ്ഞു. വളരെ ഗംഭീരമായി പൊതുജനങ്ങളുടെ ഭയങ്കര സാന്നിധ്യം, നാട്ടുകാരുടെയും അന്യനാട്ടിൽ നിന്നും മുഴുവൻ ആളുകളും നമ്മുടെ സമുദായക്കാർ മാത്രമല്ല എല്ലാ സമുദായക്കാരുടെയും സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടുത്തെ ബാല്യക്കാരും ആചാരസ്ഥാനികരൊക്കെ ഉള്ളത്. ഇന്ന് അരങ്ങൽ അടിയന്തരത്തോടുകൂടി ഈ കലശാട്ട് സമാപിക്കുകയാണ്. ഒരു നാടിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുന്നത് അവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയും അതിൻ്റെ മഹിമ ഉയർന്നതോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർ അതിനനുസരിച്ച് മുഴുവൻ സമുദായങ്ങളും മുഴുവൻ ആളുകളും ഇത് ഞങ്ങളോടൊപ്പം ഈ കർമ്മത്തിൽ പങ്കുചേരാനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു വളരെ ഗംഭീരമായിട്ടുണ്ട്, കാഴ്ചയിൽ തന്നെ വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ പുതിയ മൊത്തം കാഴ്ച ഒരു ചൈതന്യം കുടികൊള്ളുന്നത് പോലെ തന്നെ ഒറ്റ കാഴ്ചയിൽ തോന്നുന്നുണ്ട്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നുന്നു അറിയില്ല, ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചയിൽ തന്നെ ഭയങ്കര ചൈതന്യം വർദ്ധിച്ച ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. വലിയ പൈസ ചെലവായിട്ടുണ്ടല്ലോ അല്ലെ? 2 കോടി രൂപ. അപ്പോൾ ഈ മുച്ചിലോട്ടേക്ക് കടന്നു വരുന്ന ഒരാളുടെ മനസ്സ് കുളിർക്കുന്ന തരത്തിലാണ് അവരുടെ കാഴ്ച. നമ്മളൊക്കെ ഒരു ആവേശത്തോടു കൂടി വരുമ്പോൾ കാണുന്നത് അവരുടെ മനസ്സിലുണ്ടായതിനേക്കാൾ അപ്പുറമാണ്. ആ ഒരു കാഴ്ച കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സ് കൺകുളിർക്കെ കാണുവാനും നമ്മുടെ ദേവിയിൽ വിശ്വാസം കൂടി വരുവാനും സഹായകരമാവും. ആയിക്കോട്ടെ, സന്തോഷം. അല്ലല്ല വേറെ ഒന്നും പറയാനല്ലോ. ഇത് ലൈവാണ്. ആർക്കെന്ന് പറയാനുണ്ടോ? ഭക്ഷണം വിളമ്പാൻ വേണ്ടിട്ട് തയ്യാറായി നിൽക്കുന്നതാണോ? ലൈവായിട്ടാണ്. സ്ത്രീകളാണ് ഓരോ ആരാധനാലയത്തിന്റെയും അതുപോലെ തന്നെ ഓരോ കാര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോത്സാഹനം, അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന പല സ്ഥലത്തും സ്ത്രീകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാറമേൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശത്തിന്റെ അവസാന ദിനത്തിൽ ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുകയാണ് അല്ലെ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മുടെ സ്ത്രീപക്ഷവാദികളാണ് നമ്മൾ. കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകള് പൊതു രംഗത്ത് വരിക, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ സഹകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു മുന്നേറ്റം തന്നെ അത് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. എല്ലാ ക്ഷേത്രങ്ങളുടെയും ഏറ്റവും വലിയ ബാക്ക് ബോൺ ആയിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി കഴിയുന്നു. അതുപോലെ പൊതുപരിപാടി, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് പരിപാടിയായാലും സ്ത്രീകളുടെ സാന്നിധ്യം അതിഗംഭീരമായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട്? സന്തോഷമുണ്ട് അല്ലെ? ഇതേ സന്തോഷത്തോടു കൂടെ ചിരിച്ചുകൊണ്ട് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം വിളമ്പാനല്ലേ നിങ്ങൾ നിൽക്കുന്നത്? അതുപോലെ തന്നെ അവരോട് വളരെ സ്നേഹത്തോടുകൂടി ചിരിച്ചുകൊണ്ട് നിങ്ങൾ വിളമ്പുന്ന ഭക്ഷണം കൂടുതൽ രുചികരമായിരിക്കും എന്നാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ പറയാനല്ലേ ധരി? ഒന്നും പറയാനുണ്ടോ? സന്തോഷം തന്നെ അതല്ലേ? വയറ് നിറച്ചിട്ട് നിങ്ങൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക. ആ 7 ദിവസം നിങ്ങളുടെ സജീവമായിട്ടല്ലേ? ആയിക്കോട്ടെ. വേറെ എന്താ പറയാനുണ്ടായിരിക്കെങ്കിലും? അതെ, അങ്ങനെ വേണ്ട. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്ത് അല്ലേ? നമ്മ മുച്ചോടെല്ലാം ഗംഭീരായിട്ടില്ലേ? ഗംഭീരട്ടോ, ഭയങ്കര ഗംഭീരാക്കിയിട്ട്. അതെ അല്ലേ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. സന്തോഷല്ലേ? സന്തോഷം തന്നെ. ആയിക്കോട്ടെ, മതി. ആയിക്കോട്ടെ. നമ്മളും അങ്ങനെ. ആയിക്കോട്ടെ, ഓക്കെ. 2 കോടി. എന്നിട്ട് ഭക്ഷണം വിളമ്പാൻ വേണ്ടി വന്നയാ? അതെയാ? അവരോടെല്ലാം ചോദിച്ചു. അവരോടെല്ലാം ചോദിച്ചു കേട്ടോ. അന്ന് പറയണ്ട.
ഉഷാറല്ലേ? ആയിക്കോട്ടെ, അടിപൊളിയല്ലേ? ഏത്? ആ ഇത് ആചാരസ്ഥാനികർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിട്ടല്ല അല്ലേ? ഇത് പിന്നെ പുറമേ നിന്ന് വരുന്നേ ആ നമ്മള് ക്ഷണിച്ചു വരുന്ന മറ്റേ സമുദായത്തിൽപ്പെട്ട ആ പിന്നെ ആചാരക്കാർക്ക് അവർക്ക് വെറ്റിലയും അതുപോലെ തന്നെ അത് കൊടുത്തിട്ടല്ല, ആദ്യം സ്വീകരിച്ച് അത് കൊടുത്ത് ആ വന്നതിന് ശേഷം അവരെ സ്വീകരിച്ച് അവിടെ കൊണ്ടുവന്നു. ചായ ആണെങ്കിൽ മറ്റ് ഭക്ഷണ സമയത്താണ് ഭക്ഷണം കണ്ടു അവിടുന്ന് കൊടുത്ത് അവരെ സ്വീകരിച്ച് സ്വീകരണ കമ്മിറ്റിയിലേക്ക് ഞങ്ങൾ ആയിക്കോട്ടെ. നല്ലതല്ല കണ്ട വെറ്റില കണ്ടില്ല. നമ്മൾക്ക് പല ആളുകൾ ഇപ്പം മുറുക്കുക കുറവാണെങ്കിലും നമ്മുടെ ആചാരപരമായ കാര്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് വെറ്റിലയും അടക്കയും ഒക്കെ. ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഇത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമായിട്ട് കാണുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ മുറുക്കൊക്കെ കുറഞ്ഞുണ്ടെങ്കിൽ പോലും ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ വെറ്റിലയും അടക്കക്കും വലിയ പ്രാധാന്യം ഇവിടെയുണ്ട്. ആർക്കും നോക്കാം. ആ പറഞ്ഞു അധികം നീട്ടണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം എന്താ പറയാനുണ്ടാ? ലൈവാണ്. എന്താ പറയാനുള്ളത്? ഇവിടുത്തെ കോയ്മ എന്നാണ് നമ്മൾ പയ്യന്നൂർ മുന്തിരത്തി മുച്ചിലോട്ടിന്റെ കോയ്മയാണെന്നറിയാം. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്? ഇവിടുത്തെ കോയ്മ അല്ലെങ്കിൽ പറയാം. സന്തോഷം തോന്നി. നല്ല രീതിയിൽ ഒരു പ്രവർത്തനം അവിടെ നടത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി ഇവിടെ എല്ലാ ഈ പ്രദേശത്തുകാർക്ക് തന്നെ ഒരു ആനന്ദപ്രദമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. സന്തോഷം തന്നെ. എല്ലാ പ്രദേശവാസികൾക്കും അതിന്റെ നന്മയുണ്ടാവട്ടെ. നിങ്ങളുടെ നാട് നിങ്ങളുടെ ഇപ്പൊ വെള്ളൂർ അവിടെ താമസിക്കുന്നത്? വെള്ളൂരല്ലേ? ആയിക്കോട്ടെ. പുന്തിരത്തിലത്തെ കോയ്മ. അപ്പൊ അതെ, പുന്തിരത്തി മുച്ചിലോട്ട് കോയ്മയാണ്. അതുകൊണ്ടാണ് അറിയാം. ആയിക്കോട്ടെ, സന്തോഷം. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. അവരെല്ലാം കണ്ടു. ലൈവാന്ന് ടീച്ചർ. എന്തുണ്ട്? ലൈവാന്ന്. എന്ത് നേരത്തെ വന്നില്ല? എന്നാ പറയാനല്ലേ? വീട്ടിലേക്ക് പോകണമെന്നല്ല പറയുന്നത്. നല്ല സമയം നോക്കിട്ട് പോകണമെന്നുണ്ട്. നേരത്തേക്ക് പോകണമെന്നാ പറയുന്നത്. വീട്ടിലേക്ക് പോകണമെന്നല്ലേ? ആ ഭൂമിയിലാ. അങ്ങനൊന്നും പോയിക്കൂടാ ടീച്ചർ, അങ്ങനൊന്നും പോകണ്ട. ജോലായിട്ട് പറയുന്നിട്ടില്ലേ നല്ല സമയം നോക്കിട്ട് പോണെന്ന്. ഞാനിത് മാഷോട് പറഞ്ഞു കൊടുക്കും. മാഷോട് ഞാൻ പറയും. പിന്നെ മോള് ഗിരിജ ടീച്ചറോടും പറയും കേട്ടാ. ആ എന്തായാലും പറഞ്ഞ എന്തായാലും ജീവിതം എടുത്തുവാ. പിന്നെ നീ നല്ല സമയം നോക്കി. ശരി, ഇത് ലൈവാന്ന്. എന്നാ പറയാനുണ്ട് എന്തുണ്ട് ഇതിനെ കുറിച്ചൊക്കെ? ടീച്ചറല്ലേ? ഉഷാറല്ലേ? ആ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഇനി അങ്ങനെ പല സ്ഥലത്തും പോയി ചെല്ലാൻ ഒരു ശ്ലോകം ചൊല്ലിക്കൊന്നാല് ഇതില് അല്ല വേണ്ടല്ലേ? ആ ആയിക്കോട്ടെ. അമ്മ സുഖം തന്നെ? എന്റെ അമ്മയുടെ സുഹൃത്താണ്. സുഖം തന്നെ? നിങ്ങൾക്ക് സുഖം തന്നല്ലേ? ആ ഇതെല്ലാം അറിയുന്ന ആൾക്കാരാണ് നമ്മളെ. എന്താ പയ്യന്നൂർ മാത്രമൊന്നല്ല, എല്ലാ സ്ഥലത്തും കാണും. എല്ലാ സ്ഥലത്തും കാണും. പയ്യന്നൂർക്കാരെല്ലാം നേരത്തെ എത്തിനാ എല്ലാവരും.
ഇത് ലൈവാണ്. എന്താന്ന് പറയാനുള്ളത്? കുഞ്ഞുങ്ങളത്തെ ജോലിസരും കൂടെ അല്ല, എന്താന്ന് ലൈവാണ്, എന്താ പറയാനുള്ളത്? കാറോൽ മുച്ചിലോട്ട് വന്ന് വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. പ്രതിഷ്ഠാദിനം ഇന്ന് വളരെ ആഘോഷത്തോടു കൂടിയാണ് ജനങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വലിയ അന്നദാനത്തിന്റെ പരിപാടിയിലുണ്ട്. തന്ത്രിയൊക്കെ ഇവിടുന്ന് പോയി. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ ഇന്നും വളരെയധികം ആൾക്കാർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അടിയന്തരത്തിൻ്റെ സമയം തുടങ്ങാനായി. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അരങ്ങിലടിയന്തരമുണ്ട് ഇന്ന്. കാരണം പുനഃപ്രതിഷ്ഠാ ദിനത്തിന്റെ അവസാന ദിനമാണ്. ജൂൺ 7 മുതൽ പിന്നെ ഇന്ന് വരെ 12 വരെയാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങ്. നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നതാണ്. ഒരു ഇടവേള ഏകദേശം 12-14 വർഷം കഴിയുന്ന സമയത്ത് പരമാവധി തന്നെ പുനഃപ്രതിഷ്ഠ, നവീകരണ കലശവും ബ്രഹ്മകലശവും അതോടൊപ്പം തന്നെ പുനഃപ്രതിഷ്ഠ നടത്താറുണ്ട്. അത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യണം. അത് തന്ത്രീശ്വരന്റെ നിർദ്ദേശപ്രകാരമാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുക. അതിന് കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ട്. ആ ചെലവൊക്കെ വഹിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പ്രതിഷ്ഠാകർമ്മം ഇവിടെ നടത്തിയിട്ടുള്ളത്. അടിയന്തരവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളാണ് അതിന്റെ കാഴ്ചകളിലേക്ക്. എന്നിട്ട് നേരത്തെ വന്നില്ല? ആ പിടിക്കാൻ വേണ്ടി മോനെ ഉണ്ടാടാ, മോനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ വന്നില്ല? അത് എല്ലാ ദിവസവും വരലുണ്ടാ? അല്ല, ഇന്ന് ഭക്ഷണം കഴിച്ച് പോണേട്ടാ. പഴയ ആളുകൾക്കൊക്കെ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇതൊക്കെ. പെരുങ്കളിയാട്ടം, മുച്ചിലോട്ടെ സംബന്ധിച്ചിടത്തോളം പെരുങ്കളിയാട്ടം, നവീകരണ കലശം, അരങ്ങിലടിയന്തരം എന്നൊക്കെ പറയുന്നത്. എന്താ ചേട്ടാ എന്നിട്ട്? അല്ല സാറാ, ഇത് എന്നാ പറയാനല്ലേ? അല്ലേ? ആ, നല്ല ഭംഗിയായി കഴിഞ്ഞു അല്ല? ഇവിടുത്തെ കണ്ണങ്ങാട്ട് പോതിയുടെ അല്ലേ? അതെ അതെ അല്ലേ? എത്ര വർഷമായി ആചാരപ്പെട്ടിട്ട്? 25 കൊല്ലായി അല്ലേ? ചടങ്ങെല്ലാം ഗംഭീരമായിട്ട് നടന്നു. ഗംഭീരമായിട്ട്, കാഴ്ചയിലും വലിയ ഗംഭീരമായിട്ടുണ്ട് അല്ലെ? സന്തോഷം തന്നെ അല്ലേ? ആ പറ എന്നിട്ട് ഇതിന് ലൈവാണ് ചടങ്ങിനെ കുറിച്ചിട്ട്. നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആളെ നേരത്തെ നോക്കുന്നുണ്ട്. വരാൻ പറ മാഷേ. ബാബാ ലൈവാണ്, ഞാൻ നേരത്തെ നിങ്ങളെ നോക്കുന്നുണ്ട്. ആ അല്ല, അത് നമുക്ക് മറ്റുള്ള ആൾക്കാരെല്ലാം അവരോടെല്ലാം ചോദിച്ചു. എന്തായാലും ഒരു കാര്യം പറയാം. നിങ്ങൾ പത്രസമ്മേളനം നടത്തിയിരുന്നു, അതുപോലെ തന്നെ നിങ്ങളെ വാർത്തകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വളരെ സന്തോഷം. കാരണം എന്താ വെച്ചാൽ കാറമേൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ കർമ്മത്തിന്റെ അവസാന ദിവസമാണെങ്കിൽ ഇന്ന് ഇവിടെ വരാൻ വേണ്ടി സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. വലിയ ഗംഭീരമായ ഒരു പോസിറ്റീവ് എനർജി
എന്തായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു കാഴ്ച തന്നെ അവരുടെ മനസ്സ് നിറക്കുന്നതാണ്, അതിലൊരു തർക്കമില്ല. ആ അർത്ഥത്തിൽ മറ്റ് മുച്ചിലോട്ട് നിന്ന് വന്ന ആളുകളോടും ചോദിച്ചു, അവർ പറഞ്ഞു ഗംഭീരാക്കേണ്ട ഇതിന്റെ ഈ രീതി പിന്തുടരാൻ വേണ്ടി മറ്റുള്ളവർ തയ്യാറാവണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു പൈസ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്, 2 കോടിയിൽ പരം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പുനഃപ്രതിഷ്ഠ, അതുപോലെ തന്നെ നവീകരണ ബ്രഹ്മകലശം എന്ന് പറയുന്നത് ഒരു എനർജി ഉണ്ടാക്കലാണ്. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ ഭാരവാഹികൾ എന്ന രീതിയിൽ ഇവര് 4 ആളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, അവർക്ക് എന്താണ് മാഷിക്ക് എന്താ പറയാനുള്ളത്? വളരെ ഭംഗിയായി തന്നെ ഒരു പര്യവസാനിച്ചു എന്നുള്ളത് എന്നും സന്തോഷപ്രദമായിട്ട് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു അനുഭവമായി മാറിയിട്ടുണ്ട്. അതിന് നമ്മൾ ക്ഷേത്രം തന്ത്രിയോട് തന്നെയാണ് ഞങ്ങൾ ആദ്യം നന്ദി പറയുന്നത്. വളരെ നല്ല രീതിയിൽ സഹായകരമായ രീതിയിലുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്നു ഞങ്ങൾ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ അദ്ദേഹം ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ എല്ലാവരുടെയും ഒത്തൊരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ വളരെ വിജയപ്രദമായി ഈ കലശാട്ട് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞ് ഞങ്ങളതിൽ അഭിമാനം കൊള്ളുന്നു. എന്താ പറയാനല്ലേ പറ. നമ്മൾ 4 ആളല്ല, ഈ ക്ഷേത്രത്തിലെ മുഴുവൻ ബാല്യക്കാരും ആചാരക്കാരും എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നല്ല രീതിയിൽ പുനഃപ്രതിഷ്ഠ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ടേക്കും ഈ നാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ ബാല്യക്കാരും ക്ഷേത്രന്മാരും എല്ലാവരും നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. നല്ല വിജയം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം. 2 വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റിയെന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്താ പറയാനല്ലേ? പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. ഇത് കാരമേൽ മുച്ചിലോട്ട് ക്ഷേത്രത്തിൻ്റെ ഈ നവീകരണം 3 വർഷ കാലാവധിയാണ് ഞങ്ങൾ തന്നിട്ടുള്ളത്. പക്ഷേ 3 വർഷം എടുക്കാതെ 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അതേപോലെ ഈ തുടക്കം മുതൽ ഇതിൻ്റെ ഈ ഇന്നത്തെ തീയതി വരെ ഒരു മുട്ടും കൂടാതെ ഞങ്ങൾക്കതിൻ്റെ പണി പുരോഗമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൽ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരു മനുഷ്യ ആയുസ്സിൽ കിട്ടാവുന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഒരു പുനഃപ്രതിഷ്ഠക്ക് പങ്കാളിയാവുക എന്ന് പറയുന്നത് മഹാഭാഗ്യം കിട്ടുക എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളെ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിന്റെ വിശ്വാസികൾ അതിന് പങ്കെടുക്കാൻ പറ്റിയെന്നും അത് നടത്തിക്കാൻ പറ്റിയെന്നുള്ളതിന്റെ ഒരു ചാരിതാർത്ഥ്യം എന്നെ സംബന്ധിച്ചുകൊണ്ട്. ഒരു ചോദ്യമുണ്ട് എന്താണെന്ന് പറയാനല്ല, ഒന്നും പറയണ്ട. അതൊന്നും പ്രശ്നമില്ല, അങ്ങനൊന്നും പറയണ്ട, അതല്ല പാവം. ഒരു ചോദ്യമുണ്ട്, എന്താ പറയാ, ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ പുനഃപ്രതിഷ്ഠ ഇവിടെ നടത്തിക്കഴിഞ്ഞാൽ തന്ത്രീശ്വരൻ പെരുങ്കളിയാട്ടത്തെ കുറിച്ച് പറയാറുണ്ട് അല്ലേ? ഇവിടെ പെരുങ്കളിയാട്ടം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 5 വർഷമല്ലോ. അന്നേരം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പെരുങ്കളിയാട്ടത്തെ കുറിച്ച് ഒരു സൂചന നൽകാറുണ്ട് അല്ലെ? പുനഃപ്രതിഷ്ഠ കഴിഞ്ഞാല് അങ്ങനെയൊന്നും തന്ത്രീശ്വരൻ പറഞ്ഞിട്ടുണ്ടോ? ആ, സാധാരണ ചെയ്യല്. ആ അതെ, അതുകൊണ്ട് ഒരു 12 വർഷമാണ് നമ്മളെ ഒരു രീതി അല്ലെ? ആ 12 വർഷത്തോട് അനുബന്ധിച്ച് ഒരു പെരുങ്കളിയാട്ടം നടത്തണം എന്ന രീതിയിലാണ്. നമ്മളെ ഈ കാരമേൽ മുച്ചിലോട്ടിന്റെ ചരിത്രത്തിൽ 12, 13 ഈ വർഷം 14 വർഷത്തിന് മുമ്പായിട്ടാണ് പെരുങ്കളിയാട്ടം നടത്തുന്നത്. അതാണ് ഇതിന്റെ ചരിത്രം. അപ്പൊ ആ ചരിത്രം മാറ്റാൻ ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. വേണമെങ്കിൽ അടുത്ത കൊല്ലം പക്ഷെ നമുക്കൊരു 2-3 വർഷം കൊണ്ട് കളിയാട്ടം നടത്താൻ സാധ്യതയില്ല. നമ്മളെ ഈ പറയുന്ന കഴകങ്ങളിൽ കളിയാട്ടം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു തീയതി കുറിക്കാൻ അത് വലിയച്ഛനോടൊക്കെ ആലോചിച്ച് അപ്പൊ പറഞ്ഞു വരുമ്പോൾ പെരുങ്കളിയാട്ടത്തിന്റെ ആ കാലഘട്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പം പെരുങ്കളിയാട്ടത്തിനെ പറ്റിയോ കളിയാട്ടത്തിനെ പറ്റിയോ തന്ത്രി ചിന്തിച്ചില്ല, പറഞ്ഞിട്ടില്ല. ചിന്തിക്കാത്തതുകൊണ്ട് മാത്രമല്ല, അത് ഞങ്ങളെ മുമ്പിൽ ഇത്രയും വലിയൊരു പരിപാടി നടന്നിട്ട് ഈ കളിയാട്ടങ്ങളിൽ കൈയ്യടയുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആയിക്കോട്ടെ. അത് ചോദിക്കേണ്ട കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ കുറിച്ച് അറിയുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞാൽ തന്ത്രീശ്വരൻ എന്തായാലും ഏത് തന്ത്രിയായാലും പെരുങ്കളിയാട്ടത്തെ കുറിച്ച് പറയും. അതുകൊണ്ട് ചോദിച്ചു എന്നല്ല. നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു ഘടകത്തിന് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. മറ്റ് സംവിധാനം പല സ്ഥലത്തുള്ള ഉണ്ട്. അതൊക്കെ ഏതായാലും ഗംഭീരാക്കിയിട്ടുണ്ട് എന്ന് പറയണ്ട. പ്രതിഷ്ഠ കഴിഞ്ഞ് ഉച്ചക്ക് അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം പിന്നെ അതിലൊന്നുമില്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആയിക്കോട്ടെ, സന്തോഷം. ഇതാണ് പറയാനുള്ളത്. ഏതായാലും നമ്മള് ഈ ഒരു ചടങ്ങിന്റെ ദിവസം ഇവിടെ എത്തിച്ചേരാനും അതുപോലെ തന്നെ ഇതൊക്കെ പകർത്തി പ്രേക്ഷകരിൽ എത്തിക്കാനും സാധിച്ചത് വലിയ ഭാഗ്യമായിട്ടാണ് പച്ചവെളിച്ചം കരുതുന്നത്. എന്തുണ്ട് ദുബായിക്കാരാ? ലൈവാണ്. എപ്പോ എന്താന്ന് വെള്ളൂര് ഏത് മുച്ചിലൂടെ കാറ വിളിച്ചുകൂടെ തന്നെയാ?
ഏത് മുച്ചിലോട്ടാ കൂടുണ്ട്? കാറോലിനെ ആ കടന്നപ്പള്ളി താമസല്ലേ? എന്നിട്ട് സുഖല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഉഷാറല്ലേ? ഒന്നും പറയാനുണ്ടാ? ലൈവാന്ന് ഇത് കഴിഞ്ഞിട്ട് പറയാനുണ്ടല്ലേ? ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്തൊക്കെയുണ്ടോ എന്നുണ്ട്? എന്താ പറയാനുള്ളത്? ലൈവാന്ന് നമ്മുടെ പിന്നെ ഇതിന്റെ നവീകരണ കലശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ച്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? പറയാനുള്ളത് കാറമേൽ മുച്ചിലോട്ട് പെരുങ്കളി നവീകരണ കലശം വളരെ ഭംഗിയായി ഇന്ന് കലശത്തോടുകൂടെ വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്. ആ പുനഃപ്രതിഷ്ഠയിൽ എല്ലാ ഭക്തജനങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നല്ല സന്ദർഭത്തിൽ ഈ നവീകരണ കലശത്തിന് എല്ലാവിധ ആശംസകളും. നല്ല നമ്മുടെ ക്ഷേത്രങ്ങളെ കാണാനൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്, അല്ല ഒരു എനർജി അല്ലേ? മൊത്തത്തില് കാഴ്ചയിൽ തന്നെ ഒരു പ്രൗഢമായ അകത്തും പുറത്തും വൃത്തിയാക്കി മുകളിൽ ഷീറ്റ് മേൽക്കൂര പണിതത് വളരെ നന്നായിട്ടുണ്ട്. ഇതുപോലെ അടുത്തന്നെ ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുവാൻ ഭഗവതിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആയിക്കോട്ടെ. ഇത് കൂടുതൽ നീട്ടുന്നില്ല. ഏതായാലും ഇവിടെ ഇപ്പം അരങ്ങിലടിയന്തരം ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് ഏതായാലും ഈ ഒരു പിന്നെ സുദിനത്തിൽ ഇവിടെ എത്തിവരാനും ഈ ഒരു ലൈവ് പ്രേക്ഷകരിൽ എത്തിക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ്. പച്ചവെളിച്ചത്തിന് കാറോല് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിൽ നിന്ന് പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ